ഹായ് ഫ്രണ്ട്സ്, സമത് ഡെയിലി ടെക് വീഡിയോസിലേക്ക് എല്ലാ സ്വാഗതം. ഞാൻ ചെയ്യാൻ പോകുന്നത് ഉണ്ടാക്കാൻ പോകുന്നത് മൊബൈലിന്റെ ഒരു സ്റ്റാൻഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മൾ സാധാരണ ഇപ്പൊ നമ്മള് സിനിമയും അതായത് ഫുട്ബോളൊക്കെ കാണുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പൊ അത് നമ്മൾ ഫോണ് കൈ പിടിക്കാതെ നമുക്ക് ഡൈനിങ് ടേബിളിലൊക്കെ വെച്ചാണ് നമുക്ക് നേരെ ഇങ്ങനെ ടി വി കാണുന്ന മാതിരി നമുക്ക് നോക്കി കാണാവുന്നതാണ്. അപ്പൊ അതിന്റെ സ്റ്റാൻഡാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ശേഷം ലൈക്കാൻ ആരും മറക്കരുത്. അതേമാതിരി എന്റെ ചാനൽ ആദ്യമേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൻ ഓൺ ആക്കിയാൽ ഞാൻ ഇതേപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിരന്തരമായ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, നേരെ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് എന്തൊക്കെയാണ് ഐറ്റംസ് നോക്കാം. നമുക്കൊരു സിറിഞ്ച് വേണം. ആദ്യം 60 ml എടുത്തത്. പിന്നെ ഇതിന് വില 35 രൂപയാണ്. പിന്നെ നമുക്കൊരു CD വേണം. ഒഴിവാക്കിയ പഴയ CD മതി. പിന്നെ നമുക്കൊരു കുപ്പിൻ്റെ ടോപ്പ് വേണം. അത്ര മതി. നമുക്ക് ഉണ്ടായ രീതി നമുക്ക് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് സിറിഞ്ചിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ആക്സബിളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. കൈയൊന്നും മുറിയാതെ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, അത് മുറിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ആ കട്ട് ചെയ്ത ഭാഗത്ത് നമുക്ക് കത്തി ഉപയോഗിച്ചാൽ ഒന്നാണ് ചുരണ്ട് ലെവലായി കൊടുക്കണം. അതിന് കട്ട് ചെയ്ത ഭാഗത്ത് കുറച്ച് ഇതുണ്ട്, അതൊക്കെ ഒന്ന് ലെവലായി ക്ലിയറായി കൊടുക്കുക. അപ്പോൾ കഴിഞ്ഞ് നമുക്ക് അടുത്ത കഴിയുമ്പോൾ ഗ്ലൂ ചെയ്ത് കൊടുക്കണം. നമുക്ക് ആ ഡിസ്കുമ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ ഓക്കെ, ഗ്ലൂ ചെയ്തു. ഇനി നമുക്ക് നേരെ ഡിസ്കിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ഒട്ടിച്ച് കഴിഞ്ഞു. കറക്റ്റ് ഫിറ്റിങ്സ് ആണത്. അപ്പോൾ ഓക്കെ കഴിഞ്ഞ് നമുക്ക് ഈ മൂടിൻ്റെ അതായത് മൂടിൻ്റെ ഒരു വശത്ത് നമുക്ക് രണ്ട് ഭാഗം കട്ട് ചെയ്ത് കൊടുക്കണം. അതായത് മൂടിൻ്റെ ഒരു വശത്ത് തന്നെ രണ്ട് ഭാഗത്തായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു ഭാഗത്ത് അതേമാതിരി തന്നെ മറ്റേ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കണം. അവിടെ ആദ്യം ഒന്ന് കട്ട് ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തേത് കട്ട് ചെയ്യാണ്. കത്തി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൈ മുറിയാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ എല്ലാവരും കത്തി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചാണ് ഉപയോഗിക്കുക. അപ്പോൾ ഓക്കെ, ഇനി അതൊന്ന് നിർത്തി കൊടുക്കുക. കട്ട് ചെയ്ത ഭാഗം അതേമാതിരി നേരെ ഓപ്പോസിറ്റും അതേമാതിരി ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡ് കട്ട് ചെയ്തിട്ട് സെൻറ്റർ ഭാഗം നിർത്തി കൊടുക്കുക. ആണോ, സെൻറ്റർ ഭാഗം നിർത്തി കഴിഞ്ഞല്ലോ. ഇനി നിങ്ങളുടെ വലിയ മൊബൈലാണനുസരിച്ച് മൂടിൻ്റെ കട്ടിൻ്റെ ഭാഗം അകലം കൂട്ടി കൊടുക്കണം. ഏകദേശം എൻ്റെ സുമാർ അളവാണിത്. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് സിറിഞ്ചിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമുക്ക് ഗ്ലൂ ചെയ്താണ്ട് മൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം നമുക്ക്. അപ്പോൾ ഓക്കെ, ഗ്ലൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കാം. ഓക്കെ, സെൻട്രലായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, ഇതാണ് നമ്മൾ സ്റ്റാൻഡ് ഉണ്ടാക്കിയ സ്റ്റാൻഡാണിത്. നമുക്ക് ജസ്റ്റ് ഒന്ന് മൊബൈൽ വെച്ച് നോക്കാം നമുക്ക്. ഓക്കെ, കറക്റ്റാണ്. നമ്മൾ ജസ്റ്റ് വർക്ക് ചെയ്ത് നോക്കാം. അതൊക്കെ നമ്മൾ ജസ്റ്റ് മൊബൈൽ സ്റ്റാൻഡ് പൊന്തിച്ച് നോക്കാം നമുക്ക്. കണ്ടോ, പൊന്തിച്ച് കണ്ടോ, അങ്ങനെ ഊരി പോയത്. കാരണം എന്താ വെച്ചാൽ മൂടി അത്യാവശ്യം കറക്റ്റ് സൈസായി കട്ട് ചെയ്തിട്ടാണത്. മൊബൈലിൻ്റെ വീതി കറക്റ്റ് സൈസായി കട്ട് ചെയ്തിട്ടാണ് പിന്നെ ഫോണ് നിലത്തേക്ക് ചാടാത്തത്. അപ്പോൾ അത്യാവശ്യം സേഫ്റ്റി ഉണ്ടത്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ എൻ്റെ ചാനലുകൾ ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൻ ഓൺ ആക്കിയാൽ ഞാൻ ഇതേപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിരന്തരം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. കണ്ടോ, റൊട്ടേറ്റ് ചെയ്താലോ അങ്ങനെ പെട്ടെന്ന് ഫോൺ ചാടുന്നില്ല. കണ്ടോ, അതെന്താ വെച്ചാൽ മൂടി കറക്റ്റ് ഫിറ്റിങ്സ് ആണത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ലൈക്ക് എടുക്കാൻ ആരും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.